കഴിഞ്ഞ 2 വർഷക്കാലമായി രാജ്യതലസ്ഥാനമായ ഡൽഹി വ്യാജ ബോംബ് ഭീഷണികളുടെ നിഴലിലായിരുന്നു. 1000-ലേറെ ഇമെയിലുകളാണ് ഈ കാലയളവിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ലഭിച്ചത്. സ്കൂളുകൾ, കോളേജുകൾ, ഹൈക്കോടതി, റിസർവ് ബാങ്ക്, വിമാനങ്ങളിൽ, സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇത്തരം ഭീഷണികൾ എത്തിയത്. ബോംബ് നിർവീര്യമാക്കുന്ന സംഘങ്ങളെയും ഡോഗ് സ്ക്വാഡിനെയും ഉൾപ്പെടുത്തി നടത്തിയ പരിശോധനകളിൽ ഭീഷണികൾ വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ അയക്കാൻ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് പോലുള്ള സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. VPN വഴി സെൻസർഷിപ്പ് മറികടന്നും അജ്ഞാതമായും സുരക്ഷിതമായും ഇന്റർനെറ്റ് ഉപയോഗിക്കാനും സാധിക്കും. ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാനും VPN വഴി സാധിക്കും. ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ IP വിലാസവും മറ്റു വിവരങ്ങളും മറച്ചുവെക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇമെയിലുകളിൽ ഉപയോഗിക്കുന്ന ഡൊമെയ്നുകൾക്ക് തെറ്റായ ലൊക്കേഷനും നൽകാൻ VPN വഴി കഴിയും. സ്കൂളുകളിൽ ലഭിച്ച ചില ബോംബ് ഭീഷണികളുമായി ബന്ധപ്പെട്ട് ഏതാനും കുട്ടികളെ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ ഇവർ VPN ഉപയോഗിക്കാതെയാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇത്തരം ഭീഷണികൾക്ക് പിന്നിൽ കൂടുതൽ സങ്കീർണമായ സംവിധാനങ്ങളുണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യതലസ്ഥാനത്തെ നിരവധി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമാണ് പ്രധാനമായും വ്യാജ ബോംബ് ഭീഷണികൾ ലഭിച്ചത്. ഇത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ആശങ്കയുണ്ടാക്കി. പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ, ഹൈക്കോടതി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിവിധ സർക്കാർ ഓഫീസുകൾ എന്നിവയും ഭീഷണികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. ഇത് ഭരണനിർവഹണത്തെയും സുരക്ഷാ സംവിധാനത്തെയും ബാധിച്ചു. പൊതു ഇടങ്ങൾ, ചില സന്ദർഭങ്ങളിൽ മെട്രോ സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളെയും ഭീഷണിപ്പെടുത്തി. ഓരോ ഭീഷണിയും ലഭിക്കുമ്പോഴും ഡൽഹി പോലീസ് ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ സംവിധാനങ്ങളെ ഉപയോഗിച്ച് വിശദമായ പരിശോധനകൾ നടത്താറുണ്ട്. ഇത് വലിയ തോതിലുള്ള സമയവും വിഭവങ്ങളും ആവശ്യപ്പെടുന്നു. പരിശോധനകളിൽ ബോംബുകളോ സ്ഫോടക വസ്തുക്കളോ കണ്ടെത്താൻ സാധിക്കാത്തത് ഭീഷണികൾ വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുന്നു. എന്നിരുന്നാലും ഓരോ തവണയും ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടി വരുന്നു. VPN പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഭീഷണികൾ അയക്കുന്നവരുടെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തുന്നത് പോലീസിന് വലിയ വെല്ലുവിളിയാണ്. IP വിലാസങ്ങൾ മറച്ചുവെക്കുകയും വ്യാജ ലൊക്കേഷനുകൾ നൽകുകയും ചെയ്യുന്നത് അന്വേഷണത്തെ സങ്കീർണമാക്കുന്നു. ഇത് സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനൊപ്പം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മറ നൽകാനും സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ഭീഷണി സന്ദേശം പോലും ഇല്ലാതെയാണ് രാജ്യതലസ്ഥാനത്ത് സ്ഫോടനം നടന്നിരിക്കുന്നത്. 8 പേരുടെ മരണമാണ് ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ 13 പേർ മരിച്ചു എന്ന് പറഞ്ഞിരുന്നു. അതേസമയം ഇതിൽ 8 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് മരിച്ചിരിക്കുന്നത്.